ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സന്യാസിമാർ എന്നാൽ ആരാണ്? തികച്ചും ആധ്യാത്മികതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ലോകത്തിന് നന്മ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണിവർ. സ്വാമി വിവേകാനന്ദൻ ഇത്തരം ഒരു സന്യാസിയാണ്. ഇന്ന് ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു ചൊല്ലുണ്ട്. നിരന്തരമായ പരിശ്രമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഈശ്വരനെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതിനായുള്ള നിരന്തരമായുള്ള പരിശ്രമമാണ് ഈശ്വര പ്രാർത്ഥന. ഇനി സന്ധ്യാനാമത്തിലേക്ക് പോകാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. 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 നമ ശിവായ മാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. മുഴുത്തു വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകണം. നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. കൃപാകടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. ശിവായ ശംഭുവിൻ പദാരവിന്ദമോടു ചേർക്കണം. നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. വലിയ മാമല മകളെ വാമഭാഗ്യ വെച്ചതും വഴിയൊടു പകുത്തു പാതി ദേഹവും കൊടുത്തതും. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. വടിവുടങ്ങു ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും. നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. യമൻ വരുന്ന നേരമങ്ങിനിക്കു പേടി പോക്കണം. എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെ ഒന്നു നോക്കണം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. ഇണങ്ങി നിന്ന ദേഹി ദേഹമോടു വേർപെടുമ്പോഴും നമ ശിവായ പാർവതീശ
നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. മകരസംക്രമ പൂജയ്ക്ക് ശാസ്താവിന് ചാർത്താനുള്ള തിരുവാഭരണം പന്തളത്ത് നിന്നാണ് ശബരിമലയിൽ എത്തിക്കുന്നത്. ഭക്തി നിർഭരമായി കാൽനടയായി ഈ യാത്ര കിലോമീറ്ററുകൾ താണ്ടി ശബരിമലയിൽ എത്തുന്നു. ദീർഘകാലത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് തിരുവാഭരണപ്പെട്ടിയും അനുബന്ധ പേടകങ്ങളും ശിരസിലേറ്റുന്നത്. ഇന്നത്തെ കഥയമമ്മ തിരുവാഭരണ യാത്രയെക്കുറിച്ചാണ്. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭഗവാന്റെ മകരവിളക്ക് ഉത്സവം അടുത്തു. മകരവിളക്കിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ പന്തളത്തിൽ നിന്ന് ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വളർത്തച്ഛനായിട്ടുള്ള, അങ്ങനെ പറയുന്നതാണല്ലോ കൂടുതൽ ശരി, ഭഗവാന്റെ വളർത്തച്ഛനായിട്ടുള്ള പന്തളം രാജാവ് ഭഗവാനോട് അപേക്ഷിക്കുന്നു, ഭഗവാൻ അങ്ങ് താപസനാണ്, യോഗിയാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും ഇത്രയും നാൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ കുട്ടിയായിട്ട് വളർന്ന അങ്ങേ ഈ രാജകുമാരൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അത് അവിടുന്ന് സാധിച്ചു തരണേ എന്ന് പറയുന്നു. ആ സമയത്ത് ഭഗവാൻ തൻ്റെ അച്ഛന് കൊടുക്കുന്ന വാക്കാണ്, വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്നെ രാജകുമാരനായിട്ട് അവിടെ വന്ന് കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് കൊടുത്തയക്കുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് മകരസംക്രമ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ഞാൻ ഈ ലോകത്തിന് മുഴുവൻ ദർശനം നൽകുന്ന കൂട്ടത്തിൽ അങ്ങേക്ക് ആ രൂപത്തിൽ എന്നെ ദർശിക്കാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ തിരുവാഭരണത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ പന്തള രാജകുമാരനാണ്. ഭഗവാന്റെ അച്ഛൻ ഭഗവാന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങളാണ് ആ കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യാത്ര തുടങ്ങുന്നതും പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നാണ്. മകരവിളക്കിന് 3 ദിവസം മുമ്പ്, അതായത് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് എത്തുന്ന തരത്തിൽ 3 ദിവസത്തെ യാത്രയാണ് തിരുവാഭരണത്തിനുള്ളത്. അത് യഥാർത്ഥത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലാണ്. അവിടെ നിന്ന് ഈ തിരുവാഭരണം ആദ്യം പുറത്തേക്ക് എടുക്കുന്നത് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പൊതുജനങ്ങൾക്ക് ദർശിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാൻ്റെ അനുവാദത്തോടു കൂടി രാജപ്രതിനിധി ഉടവാള് പിടിച്ചുകൊണ്ട് മുമ്പിലും 3 പെട്ടികൾ പുറകിലുമായി ഭഗവാന്റെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. ഈ പെട്ടികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 പെട്ടികളാണ് ഭഗവാന്റെ തിരുവാഭരണ പെട്ടിയിലുള്ളത്. ഒന്നാമത്തെ പെട്ടിയുടെ പേര് ആമാടപ്പെട്ടി എന്നാണ്, രണ്ടാമത്തെ പെട്ടിയുടെ പേര് വെള്ളിപ്പെട്ടി എന്നാണ്, മൂന്നാമത്തെ പെട്ടിയുടെ പേര് കൊടിപ്പെട്ടി എന്നാണ്. ഇങ്ങനെ 3 പെട്ടികളാണ് ആ യാത്രയിലുടനീളം സന്നിധാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശിരസിൽ വഹിക്കാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള പരമ്പരാഗതമായിട്ട് അത് അനുഷ്ഠിക്കുന്ന നിരവധിയായിട്ടുള്ള ഗുരുസ്വാമിമാരുണ്ട്. അവരാണ് ഉറങ്ങി തുള്ളിക്കൊണ്ട് ആ തിരുവാഭരണം ശിരസിൽ വഹിച്ചുകൊണ്ട് ഭഗവാനെ കാണാനുള്ള യാത്രയിൽ ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള രാജപ്രതിനിധിയോടൊപ്പം യാത്ര ചെയ്യുന്നത്. ഈ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തെടുത്ത് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ആ യാത്ര നിരവധിയായിട്ടുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ ഭക്തരുടെ അർച്ചനകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് 1-ാം ദിവസം വൈകിട്ടോടുകൂടി പുതിയകാവ് ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നത്. അവിടെ നിന്ന് ഏറെ പുലർച്ചെ തന്നെ വീണ്ടും 2-ാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയും 2-ാം ദിവസത്തെ യാത്ര ലാഹസത്രത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ സമയത്തെല്ലാം തന്നെ ആ തിരുവാഭരണം പോകുന്ന വഴിയിൽ എല്ലാ സമയത്തും ജനങ്ങൾ ഭഗവാന്റെ ആ തിരുവാഭരണ പേടകമൊന്ന് കാണാനായിട്ട് വിളക്ക് കത്തിച്ച് നിറപറ വെച്ചുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കാനായി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2-ാം ദിവസം ലാഹയിലെത്തി അന്നും അവിടെ വിശ്രമിച്ചതിന് ശേഷം 3-ാം ദിവസം പുലർച്ചെ ലാഹയിൽ നിന്ന് പുറപ്പെട്ട് പരമ്പരാഗത കാനനപാത വഴിയാണ് തിരുവാഭരണം സഞ്ചരിക്കുന്നത്. അവിടെ നിന്ന് ഭഗവാന്റെ നീലിമല കയറി അപ്പാച്ചിമേട് കയറി ശരംകുത്തി എത്തുന്ന സമയത്ത് ഭഗവാന്റെ ദേവസ്വം പ്രതിനിധികൾ നേരിട്ടെത്തി തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നു. അവിടെ നിന്ന് സന്നിധാനത്തേക്കുള്ള ആ തിരുവാഭരണത്തിൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് ഭക്തരാണ് ഭഗവാന്റെ തിരുവാഭരണ പേടകം ആ സന്നിധാനത്ത് എത്തുന്നത് കാണാനായിട്ട് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ടാവുക.
അന്നേ ദിവസമാണ് മകരവിളക്കുള്ളത്. അതുകൊണ്ട് അത്രയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ആ സമയത്ത് സന്നിധാനത്ത് ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് കർപ്പൂരാഴിയുടെ ഒക്കെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ തിരുവാഭരണ പേടകം 18-ാം പടിയുടെ ചുവട്ടിലെത്തുന്നു. അപ്പോഴും ഈ ക്രമം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ആമാടപ്പെട്ടി, രണ്ടാമത് വെള്ളിപ്പെട്ടി, മൂന്നാമത് കൊടിപ്പെട്ടി. അതിൽ ഒന്നാമത്തെ പെട്ടിയായിട്ടുള്ള ഭഗവാന്റെ തിരുവാഭരണങ്ങൾ അടങ്ങിയിട്ടുള്ള പേടകം മാത്രമാണ് 18-ാം പടി കയറി സന്നിധാനത്തെത്തി ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ആഭരണപ്പെട്ടികളുടെ ക്രമം ഒന്ന് മാറുന്നുണ്ട്. സന്നിധാനത്തേക്ക് 18-ാം പടി കയറി ആമാടപ്പെട്ടി പോയി കഴിഞ്ഞാൽ ആദ്യം കൊടിപ്പെട്ടി ആവുകയും പിന്നീട് വെള്ളിപ്പെട്ടി അതിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മണിമണ്ഡപത്തിലെത്തി അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ ഉറങ്ങി തൊള്ളിയതിനു ശേഷം മാളികപ്പുറത്തിന് സമീപത്തുള്ള രാജപ്രതിനിധിയുടെ വിശ്രമ കേന്ദ്രത്തിലാണ് ബാക്കിയുള്ള ഈ 2 പെട്ടികളും ഇറക്കി വയ്ക്കുന്നത്. പിന്നീട് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തിരുവാഭരണ പേടകങ്ങളൊക്കെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആമാടപ്പെട്ടിയിലുള്ള ആഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് അന്നേ ദിവസം ആ മകരവിളക്ക് ദിവസം ഭഗവാന്റെ ദീപാരാധന നടക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുന്ന സമയത്ത് എങ്ങനെയാണോ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അച്ഛന് വാക്കുകൊടുത്തിരുന്നത്, പന്തള രാജകുമാരനായിട്ട് വില്ലാളി വീരനായിട്ടുള്ള മണികണ്ഠൻ്റെ ഭാവത്തിൽ ഭഗവാൻ ദർശനം നൽകുന്നു. ലോകത്തിൽ മുഴുവനുള്ള ഏതൊരു അയ്യപ്പ ഭക്തനും ഒരിക്കലെങ്കിലും കാണണം ഈ ഭഗവാന്റെ ആ രൂപം എന്ന് അത്രയധികം മോഹിക്കുന്ന ആ രൂപത്തിലാണ് അന്നേ ദിവസം ഭഗവാന്റെ ദർശനം ഉണ്ടാവുക എന്നാണ്. പിന്നീട് അങ്ങോട്ട് 4 ദിവസങ്ങളിൽ സന്നിധാനത്ത് തിരുവാഭരണം ചാർത്താറുണ്ട്. ആ സമയത്തൊക്കെ അവിടെയുള്ള ഭക്തർക്ക് അത് തൊഴാൻ സാധിക്കും. തിരിച്ചുള്ള യാത്രയിൽ പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തിരുവാഭരണം ചാർത്താറുണ്ട്. അവിടെ പോയി തൊഴാവുന്ന ആളുകൾക്ക് അങ്ങനെയും തൊഴാവുന്നതാണ്. അങ്ങനെ ആ ഭഗവാന്റെ തിരുവാഭരണ യാത്ര വീണ്ടും പന്തളത്ത് സമാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ തിരുവാഭരണ യാത്രയുടെ ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ദീപാരാധനയും ഒപ്പം തന്നെ തിരുവാഭരണ പേടകമെങ്കിലും ഒരിക്കലെങ്കിലും കാണാനുള്ള ഭാഗ്യം, ദർശിക്കാനുള്ള ഭാഗ്യം, ഒന്ന് തൊട്ടു തൊഴാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. സ്വാമി ശരണമയ്യപ്പ. ലോകത്തിലെ അതിപ്രാചീന ക്ഷേത്രങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നത് ബീഹാറിലെ മുണ്ടേശ്വരി ക്ഷേത്രമാണ്. ശിവനും ശക്തിയുമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. നിരുപമ മഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന തൊടുപുഴ ദേശത്തെ ഒരു പ്രസിദ്ധി കേട്ട ക്ഷേത്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവൻ നോടിയെത്തും നീറും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗണ മൂർത്തിയത്രേ. ബ്രഹ്മാവിന്റെ രോഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനം എന്നാണ് ദേവി ഭാഗവതത്തിലെ പ്രതിപാദനം. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം. വേദങ്ങളിൽ ശിവൻ രുദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ചർമാംബരധാരിയായി അമ്പും വില്ലും അശനിയും ആയുധങ്ങളാക്കി പർവ്വതത്തിൽ വസിക്കുന്ന രുദ്രൻ അംബികയുടെ നാഥനാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ ശിവന്റെ പൂർവ്വസങ്കല്പമത്രേ.
നാലമ്പലത്തിൽ സാധാരണ പ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവന്റെ മൃത്യുഞ്ജയൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അഘോരമൂർത്തി, നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, വിശ്വനാഥൻ, ശ്രീകണ്ഠൻ, ഉമാമഹേശ്വരൻ, നടരാജൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭേദങ്ങളാണുള്ളത്. ശിവഭഗവാന്റെ മറ്റൊരു പേരത്രേ ശങ്കരൻ. ശം സുഖം കരോതി ശങ്കര എന്നാണ് നിരുക്തം. അതായത് സുഖത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ശങ്കരൻ. സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ചൈതന്യവും കുടികൊള്ളുന്നതുപോലെ ലിംഗശരീരത്തിലും ഈശ്വരഭാവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ സങ്കല്പിക്കപ്പെടാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ശിവലിംഗങ്ങളിലെ ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദൃശ്യമായ അഷ്ടദളാകൃതിയിലുള്ള പീഠഭാഗം മഹാവിഷ്ണുവിനെയും അതിനടിയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശിവന്റെ വിവിധ മൂർത്തിഭേദങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവനെയാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത്. അഷ്ടമി ദർശനം ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം അനേകങ്ങളുടെ ആരാധനാ കേന്ദ്രമത്രേ. കൈലാസം പോലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജില്ലയിലെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രമായ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ശിവശങ്കരനാമം പാടുമ്പോൾ മനസ്സിൽ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് നാട് ഭരിച്ചിരുന്ന വടക്കംകൂർ മഹാരാജാവിന്റെ കാലത്താണ് പണി കഴിച്ചിട്ടുള്ളത്. വൈക്കം മഹാദേവൻ ഇന്ന് തൊടുപുഴയിലെ കാരിക്കോട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ശിവക്ഷേത്രം പണിയുവാൻ തീരുമാനിക്കുകയും എന്നാൽ സ്വപ്ന ദർശനത്തിൽ അവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് ശിവക്ഷേത്രം പണിയുന്നതിനും തീരുമാനിക്കുകയുണ്ടായി. യഥാക്രമം കാരിക്കോടും കാഞ്ഞിരമറ്റത്തും ശിവദേവീക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുവാൻ തീരുമാനിച്ച വടക്കംകൂർ രാജാവ് അതിനായി കാരിക്കോട് പടിഞ്ഞാറ് ദർശനമായി ശിവപ്രതിഷ്ഠ നടത്തുവാൻ ആരംഭിച്ചു. അതിലേക്കായി നന്ദിശില്പം വരെ അവിടെ നിർമ്മിക്കുകയുണ്ടായി. കാഞ്ഞിരമറ്റത്ത് ദേവീ പ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രവും നിർമ്മിച്ചു. എന്നാൽ കാഞ്ഞിരമറ്റത്ത് വെളിപ്പുറത്തപ്പനായ ശ്രീ മഹാദേവന്റെ ശക്തി സ്വയംഭൂവായി എന്നും പിന്നീട് അപ്രകാരം ഇവിടെ ശ്രീ മഹാദേവനെയും കാരിക്കോട് ദേവിയെയും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അനന്യമായ പൂജാ സങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്ര സങ്കല്പങ്ങളാലും പുഷ്കലമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ തൊടുപുഴയാറിന്റെ തീരത്താണ് കുടികൊള്ളുന്നത്. ഇടുക്കി ജില്ലയിലെ ഇലവേഴ പൂഞ്ചിറ എന്ന സ്ഥലത്തു നിന്നുമാണ് മനോഹരമായ തൊടുപുഴയാറിന്റെ ഉത്ഭവം. പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് കുടയത്തൂർ മലയുടെ മുകളിൽ വസിച്ചിരുന്നുവെന്നും പാഞ്ചാലിക്ക് കുളിക്കുവാനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച പൊയ്കയാണ് ഇലവീഴ പൂഞ്ചിറ എന്നുമാണ് വിശ്വാസം. ആയതിനാൽ പുണ്യമായി കരുതുന്ന ഈ പുഴയിലെ ജലം വെളുപ്പിന് കുടത്തിൽ കൊണ്ടുവന്ന് നട തുറന്ന് നിർമാല്യത്തിനു ശേഷം അഭിഷേകം നടത്തുന്നു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് ദിശയിൽ തൊടുപുഴയാറിന്റെ തീരത്തായി മൂകാംബിക സന്നിധിയുമുണ്ട്. ഇവിടെ എല്ലാ സംക്രാന്തി തോറും പൂജയും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും നവരാത്രിക്ക് പ്രത്യേക പൂജയും നടത്തപ്പെടുന്നു. പത്മത്തിലിരിക്കുന്ന ദേവിയും രണ്ടു ഭാഗത്തും പൊയ്കയിൽ നിന്നും താമര വർഷിക്കുന്ന ഗജങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണ് മൂകാംബിക പ്രതിഷ്ഠ. ശ്രീ മഹാദേവൻ ദേവീ സഹിതം ദേശാടനത്തിന് ഇറങ്ങിയെന്നും നടന്നു ക്ഷീണിച്ച് വിശ്രമിച്ചതിനു ശേഷം പുഴയിൽ കുളിച്ച് ധ്യാനത്തിനായി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഉയരം കൂടിയ ഭാഗത്ത് ഇരുന്നുവെന്നും ദേവി പുഴയുടെ അരികിൽ തന്നെ ഇരുന്ന് ധ്യാനിച്ചുവെന്നും ആ സ്ഥലമാണ് ഈ മൂകാംബിക സന്നിധിയെന്നും വിശ്വസിച്ചു പോരുന്നു.
മുന്നിലായി അർച്ചിച്ചു പഞ്ചാക്ഷരി ചൊല്ലി. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. മുഖേശ്വര കൈ തൊഴുന്നേൻ. നിത്യേന 3 പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തപ്പെടുന്നത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ധാരയാണ്. നിത്യവും പ്രഭാതത്തിൽ 7 മണി മുതൽ നടക്കുന്ന ധാരയിൽ പന്നിനീർ, പാൽ, കരിക്ക്, ജലം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു. മുട്ടോട്ടുനാഥനും നീ തന്നെയല്ലയോ ശിവശങ്കര. സർവ്വവിധ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന ധാരയെ കൂടാതെ സർവ്വ പാപനാശത്തിനായി ശംഖാഭിഷേകം ഇവിടെ നടത്തപ്പെടുന്നു. കുടുംബ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന 101 കുടം ജലാഭിഷേകം ഇവിടെ പ്രധാനമത്രേ. വരാഭയമുദ്രയേന്തും തൃക്കരം രണ്ടും അടി. സർവ്വദുരിതനാശത്തിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ദീർഘായുസ്സിനായി മൃത്യുഞ്ജയ ഹോമം എന്നിവ ഇവിടുത്തെ വിവിധ വഴിപാടുകളിൽ പെടുന്നു. അടിയന്റെ ജീവ മുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും, നാലമ്പലത്തിനു പുറത്ത് ദക്ഷിണഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകല ശാസ്താവും, വടക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയും കുടികൊള്ളുന്നു. കൂടാതെ ചുറ്റുമതിൽക്കകത്തായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. പൊട്ടിക്കരഞ്ഞു ഞാൻ നിന്നിലണയുമ്പോൾ. കന്നിമൂല ഗണപതിയെ കൂടാതെ സർപ്പപ്രതിഷ്ഠകൾക്ക് സമീപമുള്ള ഗണപതി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. രൂപനെ തിങ്കൾ കലാധര ഇന്ദുമുഖേശ്വര കൈ തൊഴുന്നു. ശിവരാത്രി കാലത്ത് കൊടിയേറിയുള്ള 8 ദിവസത്തെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം. 6-ാം ദിവസം നടക്കുന്ന ഉത്സവ ബലിയും കൊടിമൂട്ടിലെ പറയും ഉത്സവ നാളുകളിലെ പ്രധാന ചടങ്ങുകളാണ്. 8-ാം ദിവസം തൊടുപുഴയാറിന്റെ തീരത്തുള്ള ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ട് ചടങ്ങുകളോടുകൂടിയാണ് തിരുവുത്സവത്തിന് സമാപ്തി കുറിക്കുന്നത്. ശ്രുതജനം കൂപ്പും ശിതികണ്ഠനല്ലേ കലിയുഗം. തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം, അശ്വതി നാളിൽ കാരിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി എഴുന്നള്ളിപ്പ്, കർക്കിടക വാവ് എന്നിവയും ക്ഷേത്രത്തിലെ മറ്റു വിശേഷാവസരങ്ങളാണ്. മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര നാഗപരിശോഭിത. ജന്മപുണ്യ മോക്ഷകേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധിയും മഹാമൃത്യുഞ്ജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി മാറുന്നു. ബന്ധങ്ങളും സൗഹൃദവും ദീർഘകാലം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പരസ്പരം നുണ പറയാതിരിക്കുക എന്നതാണ്. കാരണം കളവ് വിശ്വാസത്തിൻ്റെയും, വിശ്വാസമില്ലായ്മ സ്നേഹത്തിൻ്റെയും, സ്നേഹമില്ലായ്മ ബന്ധത്തെയും തകർക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.